ഹലോ കൃഷ്. കൃഷ്, ഞാൻ ഞാൻ മുല്ലയാ. നിലത്ത് കിടക്കുന്ന ഫോൺ ശബ്ദിച്ചുകൊണ്ടിരുന്നു. കൃഷ് തൻ്റെ ഫോൺ കയ്യിലെടുത്ത് പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. അവൻ്റെ മുഖത്താകമാനം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവൻ തൻ്റെ മുഖം അമർത്തി തുടച്ചു. ഫോൺ എടുത്ത് പോക്കറ്റിലിടാൻ നേരം പിന്നെയും അതേ നമ്പറിൽ നിന്നും കോൾ അവനെ തേടിയെത്തി. അവൻ കോൾ കട്ട് ചെയ്ത് നമ്പർ ബ്ലോക്ക് ചെയ്തു. നീ ആരെയാണോ ഇത്രയും നാൾ കാണാൻ ആഗ്രഹിച്ചത്? വൈകാതെ അവൾ നിന്നെ തേടിയെത്തും. കാവ്യവസ്ത്രധാരിയായ ഏതോ ഒരു സ്ത്രീ അവന് കേൾക്കാൻ പാകത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിലൂടെ നടന്നു നീങ്ങുന്നത് അവൻ നോക്കി നിന്നു. നന്ദയോടൊപ്പം ക്ഷേത്രത്തിലേക്ക് വന്നതാണ് കൃഷ്. നേരത്തെ ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടക്കേണ്ടിയിരുന്നത്. പിന്നീട് വിവാഹം മുടങ്ങിയപ്പോൾ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം വിവാഹം ഗുരുവായൂർ വെച്ച് നടത്താൻ തീരുമാനിച്ചതാണ്. അവിടെയും ഇവിടെയും ഉള്ളത് ഒരേ ദൈവം തന്നെയാണ്. എന്നിരുന്നാലും നന്ദനൊരാഗ്രഹം, വീണ്ടും ഇവിടെ വന്ന് ഒരുമിച്ച് തൊഴണമെന്നത്. കൃഷ് തൊഴുതു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മുല്ലയാണെന്നും പറഞ്ഞ ഒരു ഫോൺ കോൾ അവനെ തേടിയെത്തിയത്. അതോടെ അവൻ്റെ സമാധാനം പോയി കിട്ടി. അതിനിടയിലാണ് ആ സ്ത്രീയുടെ പ്രവചനവും. അതുകൂടി ആയതും അവൻ്റെ സമനില തെറ്റിത്തുടങ്ങി. കൃഷിൻ്റെ മനസ്സ് നൂല് പൊട്ടിയ പട്ടം കണക്കെ ദിശയറിയാതെ സഞ്ചരിച്ചു. കൃഷ്. നന്ദുവിൻ്റെ ശബ്ദമാണ് കൃഷിനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. നന്ദ, നീ ഇത് എവിടെയായിരുന്നു? പെട്ടെന്ന് വന്നേ, എനിക്കവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. കൃഷ് ധൃതിയിൽ അവളുടെ കൈ പിടിച്ച് വണ്ടിക്കരികിലേക്ക് നടന്നു. വണ്ടി ഓടിക്കുമ്പോഴും കൃഷിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്നത് നന്ദ ശ്രദ്ധിച്ചു. അവൻ്റെ മൂഡ് ശരിയാക്കാൻ വേണ്ടിയാണ് നന്ദ മ്യൂസിക് പ്ലേ ചെയ്യുന്നത്, അതും ഡബ്സിയുടെ റാപ്പ് സോങ്. നന്ദു വോളിയം കൂട്ടിവെച്ചു. അവൻ അന്നേരം പാട്ട് വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. കുറച്ചു നേരം കൃഷ് പാട്ട് കേട്ടു നിന്നുവെങ്കിലും അവസാനം അവൻ പൊട്ടിത്തെറിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ? മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുക. അപ്പോഴവളുടെ അമ്മൂമ്മയുടെ കോപ്പിലെ പാട്ട്. ആ പറച്ചിൽ നന്ദുവിന് ഒട്ടും ഇഷ്ടമായില്ല. പാട്ട് വേണ്ടെങ്കിൽ ഓഫ് ചെയ്താൽ പോരെ, അതിനെന്തിനാ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നത്? പാട്ട് ഓഫ് ചെയ്യുന്നതിനിടയിൽ നന്ദു അല്പം കടുപ്പിച്ച് പറഞ്ഞു. പിന്നീട് വീടെത്തും വരെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. നന്ദുവിനെ വീട്ടിലിറക്കാൻ നേരം കൃഷ് അവളോട് സോറി പറഞ്ഞെങ്കിലും അവൾ അവനെ കൂട്ടാക്കാതെ അകത്തേക്ക് നടന്നു. മടക്കയാത്രയിൽ മറ്റൊരു നമ്പറിൽ നിന്നും മുല്ലയുടെ കോൾ കൃഷിനെ തേടിയെത്തി. ഹലോ കൃഷ്, ഇത് ഞാനാ, മുല്ല. എന്താ നിനക്ക് വേണ്ടത്? ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. കൃഷ്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്കാരെയും കാണണ്ട. ഇത്രയും നാൾ എവിടെയായിരുന്നു? എൻ്റെ മനസ്സിൽ ഇപ്പോൾ നീയില്ല. അടുത്ത ആഴ്ച എൻ്റെ വിവാഹമാണ്. സോ പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. അറിയാം കൃഷ്, നിനക്കറിയോ, ഞാൻ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. പക്ഷെ എനിക്ക് നിന്നെ നേരിൽ കാണണമെന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും നിൻ്റെ ജീവിതത്തിലേക്ക് ശല്യമായി വരില്ല. കൃഷ് മറുപടി ഒന്നും പറഞ്ഞില്ല. കൃഷ്, ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ പ്ലീസ്. കൃഷ്ണെന്തോ എതിര് പറയാൻ തോന്നിയില്ല. ശരി, ഒരേ ഒരു തവണ മാത്രം, പിന്നെ എന്നെ കാണാനോ വിളിക്കാനോ പാടില്ല. അങ്ങനെ ഇരുവരും ഒരു സ്ഥലത്ത് വെച്ച് കാണാൻ തീരുമാനിച്ചു. പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് ഒരു ഭാഗത്തായി കൃഷ് തൻ്റെ വണ്ടിയിലിരുന്ന് അവളെ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞതും മുല്ലയുടെ കോൾ വീണ്ടും കൃഷിനെ തേടിയെത്തി. കൃഷ് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു. ഹലോ. ഹലോ കൃഷ്, ഞാനിതാ എത്തി. നീ എന്താ വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തെ? മറുതലക്കൽ നിന്നും മുല്ലയുടെ സ്വരം കേട്ടതും കൃഷ് വണ്ടിയിൽ നിന്നിറങ്ങി. കൃഷ്, നേരെ നടന്നോളൂ, എനിക്ക് നിന്നെ കാണാൻ പറ്റും. കൃഷ് ചുറ്റും കണ്ണോടിച്ചു. കൃഷ്, ഞാൻ ഇവിടെ ഉണ്ട്. നീ എന്നെ അന്ന് ആദ്യമായി കാണാൻ ആഗ്രഹിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെ ചുവന്ന ഫ്രോക്കാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അത് കേട്ടതും കൃഷ്ണനെന്തോ വല്ലായ്മ തോന്നി. അവൻ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ചുവന്ന ഫ്രോക്ക് ധരിച്ച ഒരു പെണ്ണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ മുഖം തിരിഞ്ഞു നിന്നിട്ടാണുള്ളത്. കൃഷ് ഫോൺ ചെവിയോട് അടുപ്പിച്ചു അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ അരികിലെത്തിയതും ഹലോ. കൃഷ് ഫോണിലൂടെ തൻ്റെ വരവ് അറിയിച്ചു. അടുത്ത നിമിഷം അവൾ കൃഷിന് നേരെ തിരിഞ്ഞു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പാർവതിയെ കണ്ടതും കൃഷ് ശരിക്കും നടുങ്ങിപ്പോയി. പാർവതി, നീ? അതെ, ഞാൻ തന്നെയാണ്, നിൻ്റെ മുല്ല. നിനക്ക് അറിയാലോ എനിക്ക് നിന്നെ ചെറുപ്പം തൊട്ട് ഇഷ്ടമായിരുന്നു എന്ന്. ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതൊക്കെയും ചെയ്തത്. കൊള്ളാം, ഞാനിത് വിശ്വസിക്കുമെന്നാണോ? അതിന് നീ വേറെ ആളെ നോക്ക്. കൃഷ് അവളെ നോക്കി പുച്ഛിച്ചു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനാണ് കൃഷ്ണൻ്റെ മുല്ല. ഞാനാണ് നിനക്ക് കോൾ ചെയ്തത്, ഞാനാണ് നിനക്ക് മെസ്സേജ് ചെയ്തത്. ഇരുവരും വന്ന് സംസാരിച്ചതും ചാറ്റ് ചെയ്തതും പാർവതി വള്ളിപുള്ളി വിടാതെ പറഞ്ഞപ്പോൾ കൃഷ്ണ അത് വിശ്വസിക്കാതിരിക്കാനായില്ല.
അവൻ വിശ്വസിച്ചു എന്ന് തോന്നിയതും പാർവതിയുടെ ഉള്ളിൽ നിഗൂഢമായ ചിരി വിരിഞ്ഞു. കൃഷിൻ്റെ ആ ഫോണിലെ കോൾ റെക്കോർഡിങ്സും മെസ്സേജസൊക്കെയും കേട്ടിട്ടാണ് പാർവതി ഇതൊക്കെയും പറയുന്നതെന്ന് കൃഷിന് അന്നേരം അറിയില്ലായിരുന്നു. ശരി, നീയാണ് മുല്ല, ഞാൻ വിശ്വസിക്കാം. നീ ഇത്രയും നാൾ എന്തേ എൻ്റെ മുന്നിൽ വന്നില്ല? എന്നെ അറിയാവുന്ന നീയാണ് മുല്ലയെന്ന് എന്തേ പറഞ്ഞില്ല? അന്ന് എൻ്റെ മുന്നിൽ വരാമെന്ന് പറഞ്ഞ ദിവസം നിന്നെയും കാത്ത് മണിക്കൂറുകളോളം ഞാൻ ആ ബീച്ചിൽ തന്നെ നിന്നു. പക്ഷെ നീ വന്നില്ല. അത് കഴിഞ്ഞ് ഒരു വർഷക്കാലം ഒരു വിവരമില്ല. ഇപ്പോൾ മുല്ലയാണെന്നും പറഞ്ഞ് വന്നിരിക്കുന്നു. എന്തിന്? അതിൻ്റെയൊക്കെ കാരണം കൂടി എനിക്കറിയണം. കൃഷ് അവൾക്ക് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഞാനന്ന് വരാനിരുന്നതാ കൃഷ്. ആ സമയത്താണ് അച്ഛൻ നമ്മുടെ റിലേഷൻ്റെ കാര്യം അറിയുന്നത്. പക്ഷെ നീയാണെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അച്ഛനെ എതിർക്കുന്ന കാര്യത്തിൽ പേടിച്ചിട്ടാണ് ഞാനൊന്നും പറയാഞ്ഞ്. ഇനി നീയുമായി ഒരു ബന്ധവും പാടില്ലെന്ന് സത്യം ചെയ്യിപ്പിച്ചു. അച്ഛൻ എന്നെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചു. നിനക്കെന്നെ അറിയില്ലേലും നീ ആരാണെന്ന് എനിക്കറിയാലോ. പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നിന്നോടെല്ലാം പറയാമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ അച്ഛന് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് ഒരു വർഷത്തോളം ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. ഞാൻ നിൻ്റെ മുറപ്പെണ്ണാണല്ലോ. ആ രീതിയിൽ നമ്മുടെ വിവാഹം നടക്കുമെന്ന് ഞാൻ കരുതി. ഒരിക്കലും നാട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് നിന്നെ ഇഷ്ടമാണെന്ന് സൂചിപ്പിച്ചു. അമ്മ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞു. അച്ഛന് എതിർപ്പൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോഴും ഞാൻ അച്ഛനോട് അന്നത്തെ ഫോൺ കോൾ പ്രണയം നീയാണെന്ന് പറഞ്ഞിരുന്നില്ല. നമ്മുടെ വിവാഹം നടന്നിട്ട് നിനക്കൊരു സർപ്രൈസ് തരാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നമ്മുടെ വിവാഹത്തിന് നിൻ്റെ അച്ഛന് സമ്മതമില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നീ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായെന്നും അവളുമായി നിൻ്റെ എൻഗേജ്മെൻറ്റ് നടന്നെന്നും ഞാൻ അറിഞ്ഞു. എന്നെ മറന്ന് മറ്റൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ നീ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുന്നു. എനിക്കത് ശരിക്കും ഷോക്കായിരുന്നു. നിൻ്റെ സന്തോഷമായിരുന്നു എനിക്ക് വലുത്. അതിനാ നിൻ്റെ ജീവിതത്തിലേക്ക് ശല്യമായി വരേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ നീ എന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ സ്വീകരിച്ചതിന് പിന്നിലെ സത്യാവസ്ഥ 2 ദിവസം മുൻപാണ് ഞാൻ അറിഞ്ഞത്. നിൻ്റെ കൂട്ടുകാരൊപ്പിച്ച ഒരു ഡ്രാമ. എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് എല്ലാം പറയണം എന്ന് തോന്നി. ക്രിഷ് എല്ലാം കേട്ട് നിന്നു എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. പാർവതി പറഞ്ഞ കാര്യങ്ങളൊക്കെയും അത്രയും ശരിയാണ്. പക്ഷെ പാർവതിയാണ് മുല്ലയെന്ന് അവൻ അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിലിപ്പോൾ തെളിയുന്നത് ഒരേ ഒരു മുഖം മാത്രം, അവൻ്റെ നന്ദയുടെ മുഖം. നിൻ്റെ കൂട്ടുകാർ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നേ നീ ഒരിക്കലും നന്ദുവിനെ സ്നേഹിക്കില്ലായിരുന്നു. എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അല്ലേ കൃഷ്? അതും പറഞ്ഞ് പാർവതി അവനെ ഇറുകെ പുണർന്നതും കൃഷ് ഒരു നിമിഷം പകച്ചുപോയി. അടുത്ത നിമിഷം അവൻ അവളെ പിടിച്ചു മാറ്റി. ആ നിമിഷം ഈ ദൃശ്യങ്ങളൊക്കെയും പാർവതിയുടെ നിർദ്ദേശപ്രകാരം ഒരാൾ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. എന്തായി കാണിക്കുന്നത്? നീ മുല്ലയോ ആരായാലും എനിക്കൊന്നുമില്ല. മുല്ല എന്നത് എൻ്റെ മനസ്സിലൊരു അടഞ്ഞ അധ്യായമാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ നന്ദ മാത്രമേ ഉള്ളൂ. കൃഷ് തുറന്നു പറഞ്ഞു. ഞാൻ നിന്നെ എന്ത് മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ കൃഷ്? പാർവതി പറ്റാവുന്ന പോലെ അഭിനയിച്ച് തകർത്തു. നീ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഞാൻ എൻ്റെ നന്ദയെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ 10,000 ഇരട്ടി അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനിടയിൽ നീ ഒന്നുമല്ല പാർവതി. അവൾ ഒരു മനസ്സും ഒരു ശരീരവുമായി കഴിഞ്ഞവരാണ്. അവളെ ഞാൻ ഒന്നിൻ്റെ പേരിലും വേണ്ടെന്ന് വെക്കില്ല. എൻ്റെ മനസ്സിലിപ്പോൾ പഴയതൊന്നുമില്ല. പാർവതിയും എല്ലാം മറന്നേക്ക്. കൃഷ്, അപ്പോൾ നീ അന്ന് എനിക്ക് തന്ന വാക്ക്, അതിനേക്കാളും വലിയൊരു വാക്ക് ഞാൻ എൻ്റെ തന്തയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പാലിച്ചേ പറ്റൂ. അത്രയും പറഞ്ഞ് കൃഷ് തൻ്റെ വണ്ടി ലക്ഷ്യം വെച്ച് നടന്നു. പാർവതിയോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ അവന് നേരിയ കുറ്റബോധം ഉണ്ടായിരുന്നു. ഒരു നാൾ തൻ്റെ പ്രണയമായിരുന്നെന്ന് അറിയാമായിരുന്നിട്ടും അവളോട് അങ്ങനെ പറയാൻ തോന്നിയത് നന്ദുവിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ്. ഇന്ന് തൻ്റെ ഹൃദയം മിടിക്കുന്നത് പോലും അവൾക്ക് വേണ്ടിയാണ്. അവൾക്ക് വേണ്ടി മാത്രം. അവളില്ലാതെ ഈ കൃഷില്ല. കൃഷ് മനസ്സിൽ ഉറപ്പിച്ചു. തൻ്റെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി. പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കൃഷിയിൽ നിന്നുള്ള പ്രതികരണം എന്ന് തിരിച്ചറിഞ്ഞ പാർവതി ചുവട് മാറ്റാൻ തീരുമാനിച്ചു. നന്ദുവിലൂടെ കാര്യം സാധിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് പാർവതി കൃഷ്ണനെ പുണരുന്ന വീഡിയോ പിറ്റേ ദിവസം നന്ദുവിൻ്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. നന്ദു ഈ വീഡിയോ കണ്ട ഞെട്ടൽ മാറുന്നതിന് മുൻപേ അതേ നമ്പറിൽ നിന്നും ഒരു കോളും അവളെ തേടിയെത്തി. ഹലോ, ആരാ നീ? നന്ദു ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ പാർവതി, അല്ല മുല്ല, കൃഷിൻ്റെ മാത്രം മുല്ല. ഇത് കേട്ടതും നന്ദുവിൻ്റെ ഹൃദയം പോലും വിറങ്ങലിച്ചു പോയിരുന്നു. നന്ദു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നീ മുല്ലയോ വള്ളിയോ ആരായാലും എനിക്കൊന്നുമില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ അനാവശ്യമായി കയറി വരുന്നത്? കൃഷിൻ്റെ മനസ്സിലിപ്പോൾ നീ ഇല്ല. ആര് പറഞ്ഞില്ലെന്ന്? അത് നന്ദയുടെ വെറും തോന്നലാ.
ഏതൊരാളുടെ മനസ്സിലും ആദ്യ പ്രണയം ഒരു വിങ്ങലായി അവശേഷിക്കുന്നുണ്ടാവും. പിന്നെ നീ എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ലേ? എനിക്ക് കൃഷിനെ വേണം. നീ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ അനാവശ്യമായി കയറി വന്നൂന്ന്. നീയാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് അനുവാദമില്ലാതെ കയറി വന്നത്. നീ ഒരുത്തി കാരണമാണ് എനിക്ക് എൻ്റെ കൃഷിനെ നഷ്ടമായത്. നീ വന്നില്ലായിരുന്നേ അവനൊരിക്കലും എന്നെ മറക്കില്ലായിരുന്നു. കൃഷ്ണനോട് പറഞ്ഞ നുണകളൊക്കെയും പാർവതി നന്ദുവിനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതും നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിനക്കറിയോ നന്ദ, ഞാൻ ഇന്നലെ കൃഷ്ണനെ കണ്ടിരുന്നു. എല്ലാം അറിഞ്ഞപ്പോൾ അവൻ ഒരുപാട് സങ്കടമായി. എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഒന്നുമില്ലേലും അവൻ്റെ ആദ്യ പ്രണയമല്ല ഞാൻ. ഞങ്ങൾക്കിടയിൽ നീ ഇല്ലായിരുന്നുവെങ്കിൽ അവനെന്നെ ഉറപ്പായും സ്വീകരിച്ചേനെ. അവനെന്നോടത് തുറന്നു പറയുകയും ചെയ്തു. നിനക്ക് വാക്ക് തന്നിരുന്നു അത്രേ. വാക്ക് തെറ്റിക്കാൻ അവനൊരു മടി. പാർവതി നന്ദുവിൻ്റെ മനസ്സ് എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം വേദനിപ്പിക്കാൻ നോക്കി. നന്ദു കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. നന്ദു, ഞാൻ അവസാനമായി ചോദിക്കുക, എൻ്റെ കൃഷ്ണൻ എനിക്ക് വിട്ടു തന്നൂടെ? പാർവതിയുടെ ആ ചോദ്യം നന്ദുവിൻ്റെ ഹൃദയത്തിൽ കൊളുത്തി വലിച്ചു. അവൾ മറുപടി ഒന്നും പറയാതെ കോൾ അവസാനിപ്പിച്ചു. തലയണയിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് നന്ദു മുറി വിട്ടിറങ്ങിയതോ ആരോടൊന്നും സംസാരിച്ചതോ കൃഷി വിളിച്ചിട്ട് എടുത്തതോ ഒന്നുമില്ല. നന്ദുവിൻ്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ നന്ദുവിൻ്റെ അച്ഛൻ പിറ്റേന്ന് കൃഷ്ണനെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. അവനൊരറിവില്ലായിരുന്നു. വിളിച്ചാൽ അവൾ എടുക്കുന്നില്ലായിരുന്നു. അതിനാൽ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്ന് കരുതിയാണ് കൃഷ് അവളുടെ വീട്ടിലേക്ക് വരുന്നത്. അവളുടെ അച്ഛൻ്റെ അനുവാദത്തോടെ മുറിക്കുള്ളിലേക്ക് കയറി. അന്നേരം അവൾ മുറിയിലില്ലായിരുന്നു. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അതിനകത്താണെന്ന് മനസ്സിലായി. ഡോറടച്ച് ലോക്ക് ചെയ്ത് അവളുടെ ബെഡിൽ കയറി കിടന്നു. തൊട്ടരികിൽ അവളുടെ ഫോൺ ഉണ്ടായിരുന്നു. അതെടുത്ത് ഗാലറിയിലെ പഴയ ഫോട്ടോസൊക്കെ നോക്കാൻ തുടങ്ങി. അതിനിടയിൽ അവളുടെ കുഞ്ഞിലെ ഫോട്ടോസ് കാണാനിടയായി. ആ ഫോട്ടോ കണ്ടപ്പോൾ അവന് തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണമെന്ന് തോന്നി. അതിനുവേണ്ടി അവളുടെ വാട്സാപ്പ് തുറന്നപ്പോഴാണ് തനിക്ക് പരിചയമുള്ള നമ്പറിൽ നിന്നും ഒരു വീഡിയോ വന്നിരിക്കുന്നത് അവന് ശ്രദ്ധിക്കുന്നത്. അത് തുറന്നു നോക്കിയതും അവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. അവൻ കോൾ ലിസ്റ്റ് കൂടി പരിശോധിച്ചു. അതേ നമ്പറിൽ നിന്നും റിസീവ്ഡ് കോൾ കൂടി വന്നു കിടപ്പുണ്ടായിരുന്നു. അതവൻ്റെ ദേഷ്യം ഒന്നുകൂടെ കൂട്ടി. അതിനിടയിൽ തന്നെയാണ് നന്ദു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. പ്രതീക്ഷിക്കാതെ കൃഷ്ണ അവിടെ കണ്ടതിൻ്റെ അമ്പരപ്പ് ആ മുഖത്ത് പ്രകടമാണ്. ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചോട് ചേരാൻ മനസ്സ് കൊതിക്കുമ്പോഴും പലതും അവളെ വിലക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലെ സ്നേഹം അടക്കി പിടിച്ച് ഗൗരവത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ് അവനെ കോർപ്പിച്ചു നോക്കി. നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തത്? പുഴുങ്ങി തിന്നാൻ. എന്നാ അങ്ങ് പുഴുങ്ങി തിന്നോ? നന്ദ, എന്താ ഇതെന്താ? പാർവതി അയച്ച വീഡിയോ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കൃഷ് ചോദിച്ചു. അതെന്താണെന്ന് നിനക്കല്ലേ അറിയൂ കൃഷ്? നന്ദ ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. അവൾ എന്താ നിന്നോട് പറഞ്ഞത്? നിന്നെ വിട്ടുകൊടുക്കണമെന്ന്. ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ അവളെ സ്വീകരിക്കുമായിരുന്നെന്ന്. നീ അത് അവളോട് പറഞ്ഞെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അങ്ങനെ വല്ലവളുമാരും വല്ലതും വന്ന് വിളിച്ചു പറഞ്ഞാൽ വിട്ടുകൊടുക്കാവുന്ന ബന്ധമൊന്നുമല്ലല്ലോ നമ്മൾ തമ്മിലുള്ളത്. അവൻ്റെ മുഖത്ത് നോക്കാതെ മുടി ഉണക്കിക്കൊണ്ടാണ് അവളത് പറയുന്നത്. അവളുടെ മറുപടി അവൻ്റെ മുഖത്ത് പുഞ്ചിരി പടർത്തി. അവൾ വേറെന്തൊക്കെ പറഞ്ഞു? കൃഷിൻ്റെ ചോദ്യം കേട്ടതും നന്ദു അവൾ പറഞ്ഞതൊക്കെ തുറന്നു പറഞ്ഞു. എന്നിട്ട് നീ അതൊക്കെ വിശ്വസിച്ചോ? അതിന് എൻ്റെ പേര് കൃഷ് മേനോൻ എന്നൊന്നല്ലല്ലോ. ഓ, അവിടെയും എനിക്കിട്ട് താങ്ങി. ഞാൻ ആരെയും താങ്ങിയതൊന്നുമല്ല, ഉള്ളത് പറഞ്ഞതാ. സത്യം പറയാലോ, എനിക്ക് ഒരുപാട് സങ്കടമായി, ഒരുപാട് കരഞ്ഞു. എന്നാലും നീ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ. നന്ദു തൻ്റെ മനസ്സിലുള്ളത് അവനെ അറിയിച്ചു. ഞാൻ നിന്നോട് പറയാഞ്ഞത് മനഃപൂർവ്വമാണ്. നിന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാ. കൃഷ് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ നന്ദൂട്ടന് ഒരുപാട് സങ്കടമായോ? സങ്കടമല്ല, എനിക്ക് പേടിയാ കൃഷ്. എന്തൊക്കെയോ അരുതാത്തത് വരാനിരിക്കുന്ന പോലെ. അവനെ ഒന്നുകൂടെ വിരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നീ വേണ്ടാതൊന്ന് ആലോചിച്ച് കൂട്ടല്ല നന്ദ. അതല്ല കൃഷ്, നിന്നെ എനിക്ക് നഷ്ടമാവോ എന്നൊരു പേടി. ഇനി 4 ദിവസമേ വിവാഹത്തിനുള്ളൂ. നിൻ്റെ കൈകൊണ്ട് ഈ കഴുത്തിലേക്ക് താലി വീഴുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അടുത്ത തവണയും കൂടി വിവാഹം മുടങ്ങുമോ എന്നൊരു പേടി. പാർവതി, എനിക്ക് പേടിയാവുന്നു കൃഷ്. നന്ദ, അങ്ങനെയൊന്നും പറയല്ലേ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അവളൊരു ചുക്കും ചെയ്യില്ല. ഞാൻ അവളോട് വ്യക്തമായി പറഞ്ഞതാണ് ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവൾക്ക് ഒന്നും കൂടെ വ്യക്തമാക്കി കൊടുത്തേക്കാം. നീ പെട്ടെന്ന് റെഡിയാവ്. നമുക്ക് ആ സ്ത്രീ പറഞ്ഞ ശിവക്ഷേത്രത്തിലേക്ക് പോകണം.
എന്നിട്ട് ആ മൃത്യുഞ്ജയ പൂജ കഴിപ്പിക്കണം. അതിനു മുൻപ് എൻ്റെ വീട് വരെ പോയി അവളെ നേരിട്ട് കാണണം. കൃഷ് ചിലത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കൃഷ് നന്ദുവിൻ്റെ പാരൻസിനോട് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു. അവളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. ഇരുവരും നേരെ ചെന്നത് കൃഷിൻ്റെ വീട്ടിലേക്കാണ്. കുറച്ച് ദിവസം നിൽക്കാനാണെന്ന് പറഞ്ഞാണ് പാർവതി അങ്ങോട്ട് വന്നത്. അവളുടെ ആ വരവിൽ ആർക്കും ഒരു സംശയവും തോന്നിയതുമില്ല. സഹോദരൻ്റെ മകളായതുകൊണ്ട് പാർവതിയെ കൃഷിൻ്റെ അമ്മയ്ക്ക് വലിയ കാര്യമായിരുന്നു. ശരിക്കും അവളുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം നന്ദ കൃഷ് വിവാഹം മുടക്കി കൃഷിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവൾ വന്നത്. അവൾക്ക് വേണ്ടത് കൃഷ്ണനായിരുന്നെങ്കിൽ അവളുടെ അമ്മയുടെ കണ്ണ് കൃഷിൻ്റെ അച്ഛൻ്റെ സ്വത്തുകളിലായിരുന്നു. വീട്ടിലെത്തിയ കൃഷ് നന്ദുവിനെ കൂട്ടി പാർവതിയുടെ മുറിയിൽ ചെന്ന് അവൾ ദഹിപ്പിച്ചു നോക്കി. ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ ഇവിടെ കാണാൻ പാടില്ല. പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കോണം ഇവിടുന്ന്. പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാ. ഇവളല്ലാതെ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു പെണ്ണുണ്ടാവില്ല. അത്രയും പറഞ്ഞ് കൃഷ് നന്ദുവിൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പകയെരിഞ്ഞ കണ്ണുകളോടെ പാർവതി നോക്കി നിന്നു. നന്ദുവും കൃഷും കൃഷിൻ്റെ അമ്മയുടെ തറവാടിനടുത്തുള്ള പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. 2 മണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഇരുവരും ശിവക്ഷേത്രത്തിലെത്തി. മൃത്യുഞ്ജയ ഹോമം നടത്തി. തൊട്ടരികിലെ പാർവതി ദേവിയുടെ പേരിലുള്ള ക്ഷേത്രത്തിൽ സ്വയംവര പാർവതി ഹോമവും കഴിഞ്ഞ് ഇരുവരും മനമൊരുക്കി പ്രാർത്ഥിച്ചു. പുറത്തിറങ്ങുമ്പോഴാണ് ആൽത്തറയിലിരിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയെ കാണുന്നത്. തനിക്ക് വിശക്കുന്നുണ്ടെന്നും ഭക്ഷണം വാങ്ങിച്ചു തരുമെന്നും ചോദിച്ചപ്പോൾ കൃഷും നന്ദുവും അവരെയും കൂട്ടി തൊട്ടരികിലെ ക്യാൻറ്റീനിൽ ചെന്ന് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. ഒപ്പം ഇരുന്ന് ഇരുവരും ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു. കുട്ടിയോളെ, നിങ്ങൾ പോവുകയാണോ? ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകുന്നതിനിടയിൽ ആ വൃദ്ധ ചോദിച്ചു. അതേ മുത്തശ്ശി, ഞങ്ങൾ പോവുക. ഞങ്ങൾക്ക് ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്തണം. ഞങ്ങളുടെ വിവാഹത്തിന് ഇനി 4 ദിവസം കൂടിയുള്ളൂ. ഒരു തവണ വിവാഹം മുടങ്ങി. ഇനി ഒരു മുടക്കവും കൂടാതെ വിവാഹം നടക്കാൻ മുത്തശ്ശി പ്രാർത്ഥിക്കണം. നന്ദു അവരുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. ദീർഘ സുമംഗലി ഭവ, നന്നായി വരട്ടെ. അവർ നന്ദുവിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാവും. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ്. സന്ധ്യാനേരത്തെ ദീപാരാധന കഴിഞ്ഞ് പ്രത്യേക പൂജയും വഴിപാടും പ്രാർത്ഥനയും ഒക്കെ ഉള്ളതാ. ആ പൂജയിൽ പങ്കെടുത്തു പാർവതി ദേവിയുടെ അനുഗ്രഹവും പ്രീതിയും നേടി ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയിൽ ഇരുവരും ഒരുമിച്ച് ദീപങ്ങൾ ഒഴിക്കാലേ നിങ്ങളുടെ വിവാഹം ഒരു മുടക്കവും കൂടാതെ നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സന്താന സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവും. ആ വൃദ്ധ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദുവിനൊരാഗ്രഹം. അവളുടെ ആഗ്രഹത്തിന് കൃഷി എതിര് നിന്നില്ല. എല്ലാം കഴിഞ്ഞ് 8 മണി നേരത്തെ ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി. മടക്ക യാത്രയിൽ ഇരുവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. സ്റ്റീരിയോയിൽ നിന്നും ഉയരുന്ന പ്രണയഗാനം ഇരുവരുടെയും മനസ്സിനെ കുളിരണിയിപ്പിച്ചു. ഇരുവരുടെയും ഫേവറേറ്റ് സോങ് ആണത്. അന്നേരം കൃഷ് അവളുടെ കൈയെടുത്ത് തൻ്റെ ചുണ്ടോടടുപ്പിച്ചു. ആദ്യമായി അവൻ്റെ ചുംബനം സ്വീകരിക്കും പോലെ അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു. പിന്നീട് യാത്രയിൽ ഉടനീളം ഇരുവരും നോട്ടങ്ങൾ കൊണ്ട് പ്രണയം കൈമാറി. തിരികെ വീട്ടിലേക്ക് എത്താറായപ്പോഴാണ് കൃഷ്ണ അമ്മയുടെ കോൾ അവനെ തേടിയെത്തുന്നത്. പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ എത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ കോൾ അവസാനിപ്പിച്ചു. മുത്തശ്ശനോ മുത്തശ്ശിക്കോ എന്തോ വയ്യായിരിക്കും എന്നാണ് കൃഷ് കരുതിയത്. നന്ദവിനെ കൂട്ടി 15 മിനിറ്റ് കൊണ്ട് അവൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. 2nd ഫ്ലോറിലെ ഒരു മുറിക്ക് വെളിയിലായി അവൻ്റെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി എല്ലാവരും ഉണ്ടായിരുന്നു. എന്താ അമ്മ, എന്താ പറ്റിയേ? ആർക്കാ വയ്യാത്തത്? എന്തിനാ വരാൻ പറഞ്ഞത്? ആദ്യോടെ കൃഷ് തൻ്റെ അമ്മയോടായി ചോദിച്ചു. അന്നേരം അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തോവിയതല്ലാതെ അവരൊന്നും പറഞ്ഞില്ല. എന്താ അമ്മ, എന്തിനാ കരയുന്നത്? അച്ഛാ, എന്താ അച്ഛാ സംഭവം? മുത്തശ്ശി, ആരെങ്കിലും ഒന്ന് പറ. ആരാ അകത്തുള്ളത്? പാർവതിയാ, അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാ. അച്ഛൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് കേട്ട് കൃഷ്ണൻ നന്ദുവും ഒരുപോലെ നടുങ്ങി. നിങ്ങൾ പോയതിന് പിന്നാലെ ആ കുട്ടി എന്നോട് യാത്ര പോലും പറയാതെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പോവുമായിരുന്നു. പിന്നീട് വൈകുന്നേരം ആയപ്പോഴാണ് അവൾ കയ്യിലെ വെയിൻ കട്ട് ചെയ്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിയുന്നത്. ഭാഗ്യത്തിന് ഏട്ടത്തി കണ്ടതുകൊണ്ട് കൂടുതൽ അപകടമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോഴാണ് ശോഭേടത്തി കാര്യങ്ങളൊക്കെയും പറയുന്നത്. നീ കാരണമാണത്രേ ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. നിങ്ങൾ തമ്മിൽ ഫോണിൽ കൂടി നേരത്തെ ബന്ധം ഉണ്ടായിരുന്നെന്നോ മറ്റോ ആണ് ഏട്ടത്തി പറയുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പൊക്കെയും ആ കുട്ടിയുടെ ഫോണിലുണ്ട്. അതൊക്കെ ശോഭേടത്തി ഇവിടെ എല്ലാവരെയും കേൾപ്പിച്ചു. നന്ദമോളെ കിട്ടിയപ്പോൾ നീ അവളെ വേണ്ടെന്ന് വെച്ചു എന്നാണ് അവർ പറയുന്നത്.
ശോഭയെടുത്തിയുടെ ആങ്ങള SI സുരേഷ് സാർ അകത്ത് മൊഴിയെടുക്കുക. എല്ലാം കേട്ടതും കൃഷ് ഒരാശ്രയത്തിനെന്ന വണ്ണം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൈ മുറുക്കി പിടിച്ചു. എന്താണ് ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൃഷിൻ്റെ അച്ഛൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, അച്ഛാ, എനിക്ക് ആളാരാണെന്നറിയാതെ ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയി എന്ന സത്യ. അതൊക്കെ ഞാൻ എന്നേ വിട്ടതാ. പക്ഷേ നന്ദ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ പഴയതൊക്കെ മറന്നതാ. എൻ്റെ മനസ്സിലിപ്പോൾ ഇവളേ ഉള്ളൂ, ഇവളും മാത്രമേ ഉള്ളൂ. അത്രയും പറഞ്ഞ കൃഷ് നിറഞ്ഞ കണ്ടാൽ അച്ഛനെ ഇറുകെ പുണർന്ന് കരയുന്നത് കണ്ടപ്പോൾ നന്ദുവിനത് കണ്ടു നിൽക്കാനായില്ല. അവിടെ അല്പം മാറി നിന്നു നിറയാൻ വെമ്പുന്ന മിഴികളെ തടഞ്ഞു നിർത്തി. എൻ്റെ ദേവി, ഇനിയും ഞങ്ങളെ പരീക്ഷിക്കുകയല്ലേ? ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതല്ലേ? എന്നിട്ടും നന്ദുവിൻ്റെ തൊണ്ടയിൽ ഗദ്ഗതം കുടുങ്ങി. ഇതേ സമയം കൃഷ്ണയും കൊണ്ട് അവൻ്റെ അച്ഛൻ അല്പം മാറി നിന്ന് സംസാരിച്ചു. അവൻ അതുവരെ ഉണ്ടായതൊക്കെ അവൻ്റെ അച്ഛനോട് തുറന്നു പറഞ്ഞു. അതേസമയം തന്നെയാണ് മുറിയിൽ നിന്നും ശോഭയും പാർവതിയുടെ അച്ഛനും SI സുരേഷും ഇറങ്ങി വന്നത്. സുരേഷ് കൃഷ്ണൻ്റെ അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് നന്ദു ദൂരെ നിന്ന് ശ്രദ്ധിച്ചു. അന്നേരം ശോഭ നന്ദയുടെ അരികിലേക്ക് നടന്നു. എൻ്റെ മോളെ കൊലക്ക് കൊടുത്തപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ? ഈ ഒരിക്കലും ഗുണം പിടിക്കില്ലടി, നശിച്ചു പോടി നീ. ഞാൻ നിന്നെ ശപിക്കുക. ഒരമ്മയുടെ ശാപമായത്. ആൻറ്റി, ഞാനൊന്നും മിണ്ടരുത് നീ. എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിന്നെയും അവനെയും സുഖമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന് കോടതി കയറ്റും ഞാൻ. ഈ ശോഭയാ പറയുന്നത്. അതിനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിയമവുമായി മുന്നോട്ട് പോവാനാ എൻ്റെ തീരുമാനം. അതെൻ്റെ ആങ്ങളെയാ. കേസിൻ്റെ ബലം കൂട്ടാൻ അവൻ വേണ്ടതൊക്കെ ചെയ്തോളും. അവൻ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പൂട്ട് ഞങ്ങൾ പൂട്ടും. എൻ്റെ മോളെ വേദനിപ്പിച്ചിട്ട് ഒരുത്തി ഇവിടെ സുഖിക്കണ്ട. അതല്ല, അവൻ എൻ്റെ മോൾക്ക് വിട്ടുകൊടുക്കാൻ നീ തയ്യാറാണെങ്കിലേ ഞാൻ മാറി ചിന്തിക്കാൻ തയ്യാറാണ്. 2 നാൾ കഴിഞ്ഞ് നടക്കേണ്ട നിങ്ങളുടെ വിവാഹത്തിന് പകരം എൻ്റെ മോളുടെയും കൃഷ്ണൻ്റെയും വിവാഹം നടക്കണം. ഇല്ലെങ്കിൽ അവൻ അഴിയെണ്ണും. നന്ദു കേൾക്കാൻ പാകത്തിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ശോഭ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവർ പറഞ്ഞതൊക്കെയും കേട്ടപ്പോൾ ഈ നിമിഷം താനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. കൃഷ്ണനെ വിട്ടുകൊടുക്കുക എന്നത് വെച്ചാൽ തൻ്റെ മരണത്തിന് തുല്യമാണ്. അവൾ കണ്ണിറുക്കി അടച്ചു. കണ്ണുനീർ ധാരയായി കവളിലൂടെ ഒളിച്ചിറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് കൃഷ്ണനോടും അവൻ്റെ അച്ഛനോടും സുരേഷ് സംസാരിച്ചു. പാർവതിയെ ഇവൻ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. മറിച്ചാണെങ്കിലേ എനിക്ക് ചിലത് തീരുമാനിക്കേണ്ടി വരും. അത് കേട്ട് അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒന്നും നടങ്ങി. എന്നാൽ കൃഷ്ണൻ്റെ മുഖത്ത് പുച്ഛമാണ് വിരിഞ്ഞത്. സാറെന്താ എന്നെ പേടിപ്പിക്കുകയാണോ? സാറിനേക്കാൾ വലിയ പോലീസുകാരെ ഈ കൃഷ് ഒരുപാട് കണ്ടതാ. അവരെ കണ്ടിട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഒരു SI. എനിക്ക് അവളെ കെട്ടാൻ സൗകര്യമില്ല. അവളോട് പോയി ചാവാൻ പറ. എനിക്കൊരു ചുക്കുമില്ല. കൃഷ്ണൻ്റെ വാക്കുകൾ സുരേഷിന് അത്ര ദഹിച്ചില്ല. ഡാ ചെക്ക, കൂടുതൽ വിളച്ചിലെടുക്കല്ലേ. നിനക്കെന്നെ ശരിക്കും അറിയില്ല. സുരേഷ് കൃഷ്ണൻ്റെ കോളറിൽ പിടിച്ചു. വീട് സാറേ, വിട്ടില്ലേ നീ എന്ത് ചെയ്യൂടാ? സുരേഷ് തിരിച്ചു ചോദിച്ചു. വിടടോ എന്നും പറഞ്ഞ് കൃഷ് അയാളുടെ കോളറിൽ തിരിച്ചു പിടിച്ചു. അയാളെ പിടിച്ചു തള്ളി. അന്നേരം അയാൾ തനി പോലീസുകാരനായി. കൃഷ്ണ അടിക്കാനായി അവൻ്റെ അരികിലേക്ക് വന്നതും കൃഷ് അയാളുടെ നെഞ്ചിനിട്ട് ആഞ്ഞു ചവിട്ടി. പോലീസുകാരൻ്റെ ദേഹത്ത് കൈവെക്കുന്നോടാ പന്നെ. സ്റ്റേഷനിലെത്തിയിട്ട് നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് കൃഷ്ണൻ്റെ കയ്യിൽ വിലങ്ങണീച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ കൃഷ്ണൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവം മാറ്റമൊന്നുമില്ല. കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും പോലീസുകാരനോട് കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ വിടാനൊരുക്കല്ല. ഇതൊക്കെ കണ്ടതും നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയാതെയായി. അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ പോലീസുകാർ ചേർന്ന് ഇടിച്ച് കൊല്ലാക്കൊല ചെയ്യുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ കാഴ്ച കൂടി തനിക്ക് കാണേണ്ടി വരുമല്ലോ എന്നോർത്ത് അവൾ ശോഭയുടെ അരികിൽ ചെന്നു. അവൾ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവരുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. ആൻറ്റി, അവന് കൊണ്ടുപോലെന്ന് പറ പ്ലീസ് ആൻറ്റി. അവൻ അറിയാതെ ചെയ്തു പോയതാവും. ആൻറ്റിയുടെ അനിയനല്ലേ, ആൻറ്റി പറഞ്ഞാൽ കേൾക്കും. നന്ദു പറഞ്ഞത് കേട്ടതും ശോഭയുടെ മുഖത്ത് പുച്ഛം വിരിഞ്ഞു. ആൻറ്റി പ്ലീസ് പ്ലീസ് ആൻറ്റി, ഞാൻ ആൻറ്റിയുടെ കാല് പിടിക്കാം. പ്ലീസ് ആൻറ്റി, കൊണ്ടുപോലെന്ന് പറ, ഒന്ന് പറ ആൻറ്റി. തനിക്ക് വേണ്ടി നന്ദു ശോഭയുടെ മുന്നിൽ കേണപേക്ഷിക്കുന്നത് കണ്ട് കൃഷ്ണ ദേഷ്യം വന്നു. കൃഷ്ണൻ്റെ അച്ഛൻ ഇത് കണ്ടിട്ട് സഹിച്ചില്ല. അയാൾ നന്ദയുടെ അരികിൽ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. വേണ്ട മോളെ, മോളിങ് വാ. അവരവനെ കൊണ്ടുപോയിക്കോട്ടെ. എൻ്റെ മോനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ശോഭയെ ദഹിപ്പിച്ചു നോക്കി മേനോൻ പറഞ്ഞു. ഇല്ല അച്ഛാ,
രാവിലെ ആകുമ്പോഴേക്കും അവരവനെ തല്ലി ചതക്കും. എനിക്കത് കാണാൻ വയ്യ അച്ഛാ. ഞാനല്ലേ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. മറ്റന്നാൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഇവൻ പാർവതിയുടെ കഴുത്തിൽ താലി കെട്ടും. ഞാനിനി ഒരു ശല്യമായി ഇവിടെ ഉണ്ടാവില്ല. ഇനിയെങ്കിലും അവനൊന്ന് വിടാൻ പറ അച്ഛാ. ആൻറ്റി പറയ് ആൻറ്റി, അവനെ വിടാൻ പറയ് ആൻറ്റി. നെഞ്ച് കല്ലാക്കിക്കൊണ്ടാണ് നന്ദു അത് പറഞ്ഞത്. നന്ദു നെഞ്ച് തകർന്ന് കരയുന്നത് കണ്ടതും കൃഷ് തൻ്റെ കണ്ണുകൾ ഇറുകെ പൂട്ടി. മോളെ നീ എന്തൊക്കെയായി പറയുന്നത്? കൃഷിൻ്റെ അച്ഛൻ നന്ദുവിനെ സ്നേഹത്തോടെ ശാസിച്ചു. അതെ അച്ഛാ, ഞാൻ തീരുമാനിച്ചു. ആ കുട്ടിയുടെ കണ്ണുനീർ വീഴ്ത്തിയിട്ട് എനിക്ക് സന്തോഷിക്കണ്ട. ആ കുട്ടിയുടെ ശാപം ഏറ്റുവാങ്ങാൻ എനിക്ക് വയ്യ. ഈ നിമിഷം ഞാൻ ഇവനെ പാർവതിക്ക് വിട്ടുകൊടുക്കുക. ഇനി ഒന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ അച്ഛാ. എനിക്കറിയാം എനിക്കിവനെ വിധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദു കൃഷ് എൻഗേജ്മെൻറ്റിന് അണിയിച്ച മോതിരം തൻ്റെ വിരലിൽ നിന്ന് മോരിയെടുത്തു. കൃഷിൻ്റെ അരികിലേക്ക് നടന്നു. മോതിരം അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ നോക്കിയൊരു നോട്ടം ഉണ്ടായിരുന്നു. അതവളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. കൂടുതൽ നേരം അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. വാ പൊത്തിപ്പിടിച്ചു അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് പാവ കടക്കി നോക്കി നിൽക്കാനേ കൃഷ്ണനായുള്ളൂ. നന്ദുവിൻ്റെ പിന്നാലെ കൃഷ്ണൻ്റെ അച്ഛനും ചെന്നു. നന്ദു ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഏരിയയിലേക്ക് എത്തിയപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും ധൃതിയിൽ അകത്തേക്ക് വരുന്നതാണ് കാണുന്നത്. അച്ഛനെ കണ്ടതും ഇത്രയും നേരം മടക്കി പിടിച്ച കണ്ണുനീർ മുഴുവനും അണപൊട്ടി ഒഴുകി. അവൾ അച്ഛൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വിങ്ങിപ്പൊട്ടി. എല്ലാം അറിയാവുന്ന അയാൾ ഒന്നും ചോദിച്ചില്ല. അയാൾ മകളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും കൃഷിൻ്റെ അച്ഛനും അങ്ങോട്ട് വന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാ അച്ഛാ, ഇനി ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നന്ദു അത് പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ അമ്മയുടെ കൂടെ അവളുടെ കാറിനരികിലേക്ക് പറഞ്ഞു വിട്ടു. കൃഷ്ണൻ്റെ അച്ഛൻ നന്ദുവിൻ്റെ അച്ഛനോട് കുറച്ചു നേരം സംസാരിച്ചു. ശേഷം നന്ദുവിൻ്റെ അച്ഛൻ വണ്ടിക്കരിയിലേക്ക് വന്നു. ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അയാൾ വണ്ടി മുന്നോട്ടെടുത്തു. യാത്രയിലുടനീളം നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൃഷ് ആദ്യമായി അണിയിച്ച ആ മോതിരം ഇപ്പോഴവളുടെ വിരലിൽ കിടക്കുന്നുണ്ട്. അതിൽ ചുണ്ടു ചേർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പിന്നെ നിറഞ്ഞു വന്നു. ഇന്ന് ഇരുവരും ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് ചെന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെ നടന്ന കാര്യങ്ങൾ ഓരോന്നും അവളുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. ഒടുവിൽ വീടെത്തിയതും ഒരു പാവക്കണക്കി അവൾ അമ്മയ്ക്ക് പിന്നാലെ നടന്നു നീങ്ങി. അവൾ സ്റ്റയർ കയറാൻ നേരം താഴെ ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. അവൾ പടികൾ ഓരോന്നായി കയറി ഏറ്റവും മുകളിലത്തെ പടിയിലെത്തിയതും ബോധം പറഞ്ഞ് താഴേക്ക് ഉരുണ്ടുരുണ്ട് വീണു. ആ കാഴ്ച കണ്ട് അവളുടെ അമ്മ ഉറക്കെ നിലവിളിച്ചു. അത് കേട്ടിട്ടാണ് അച്ഛൻ ഓടി വന്നത്. അപ്പോഴേക്കും അവൾ താഴേക്ക് എത്തിയിരുന്നു. തലയിൽ നിന്നും രക്തം വരുന്നത് കണ്ടതും അച്ഛൻ അവളെയും കോരിയെടുത്ത് തൊട്ടരികിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെത്തി. നന്ദുവിനെ നേരെ ICUവിൽ പ്രവേശിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ മയങ്ങിക്കിടക്കുന്ന നന്ദുവിൻ്റെ മനസ്സിലൂടെ അവ്യക്തമായ ചില രംഗങ്ങൾ കടന്നു പോവുകയാണ്. അവളുടെ അച്ഛൻ അവളെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നതും അവൾ ഫ്ലൈറ്റിൽ കയറുന്നതും ഫ്ലൈറ്റിൽ വെച്ച് ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണുന്നതും ഒക്കെയായ രംഗങ്ങൾ. പക്ഷെ ആ ചെറുപ്പക്കാരൻ്റെ മുഖമോ ഒന്നും വ്യക്തമല്ലായിരുന്നു. അവൾ ഞെട്ടിയുണർന്നു. അവളുടെ മുഖത്ത് ആകമാനം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. അവൾ മുഖം അമർത്തി തുടച്ചു, ചുറ്റും കണ്ണോടിച്ചു. കണ്ണുകൾ ഇറുകെ പൂട്ടി ആ ദൃശ്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇത്തവണ എല്ലാം വ്യക്തമായിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് നന്ദു ദുബായിലായിരുന്നു. +1 വെക്കേഷൻ ടൈമിൽ അവൾ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോവുകയാണ്. അച്ഛനായിരുന്നു അവളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഗ്രാഫിക് ടീഷർട്ടും ജീനും ആയിരുന്നു അവളുടെ വേഷം. ടീഷർട്ട് ഇൻ ചെയ്തിട്ടുണ്ട്. കൂടെ ഹൈ ഹീൽഡ് ബൂട്ട്സ്, സ്ട്രൈ ചെയ്ത ഹെയർ ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. തലയിൽ ക്യാപ്പുണ്ട്. കൂടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം മാസ്കും ഉണ്ട്. കൊറോണ മഹാരാജാവ് ഭരണം അവസാനിപ്പിച്ചത് അച്ഛൻ ഇപ്പോഴും അറിഞ്ഞില്ലയാവോ എന്നും പ്രാഗിക്കൊണ്ട് അവൾ മാസ്ക് വെച്ച് അച്ഛന് ബായ് പറഞ്ഞു എയർപോർട്ടിനകത്ത് കയറി. അവൾ ഫ്ലൈറ്റിൽ കയറി തൻ്റെ സീറ്റിലിരുന്നു. വിൻഡോ സീറ്റ് കിട്ടിയില്ലായിരുന്നു. റൈറ്റ് സൈഡിൽ സൈഡ് സീറ്റായിരുന്നു അവളുടേത്. അവൾ സീറ്റിൽ ചാരിയിരുന്നു. മുഖം മറയും വിധം ക്യാപ്പ് അല്പം താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒപ്പം മാസ്കും ഉണ്ട്. ഇപ്പോൾ പെറ്റ തള്ള പോലും കണ്ടാ തിരിച്ചറിയില്ല. കണ്ണ് മാത്രം പുറത്തേക്ക് കാണാം. അന്നേരമാണ് ഒരു ചുള്ളം ഫ്ലൈറ്റിൽ കയറി വരുന്നതും അവളുടെ തൊട്ടരികിൽ നിന്നുകൊണ്ട് റൈറ്റ് സൈഡിലെ ലഗേജ് സ്റ്റോറേജ് പ്ലേസിൽ തൻ്റെ കയ്യിലെ ബാഗ് എടുത്തു വെക്കുന്നതും. അന്നേരം ആളുടെ ടീഷർട്ട് പൊങ്ങി അകത്തിട്ടിരിക്കുന്ന ബോക്സർ കാണാം. നന്ദു അന്നേരം അറിയാതെ മെല്ലെ തല ചിരിച്ചു നോക്കിയതാണ്. കാൽവിൻ ക്ലീൻ. അവൾക്ക് പേര് ശരിക്കും വായിക്കാൻ പറ്റി. ഒപ്പം ആളുടെ വെളുത്ത രോമമൊന്നുമില്ലാത്ത ഫ്ലാറ്റ് വയറും കാണാം. വയറ് കണ്ടാൽ അറിയാം ബോഡി ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെന്ന്. അയ്യേ എന്നും പറഞ്ഞ് അവൾ ക്യാപ്പ് ഒന്നുകൂടെ താഴ്ത്തി തൻ്റെ കാഴ്ചയെ മറച്ചു പിടിച്ചു. ലഗേജ് വെച്ച് കഴിഞ്ഞു അയാൾ തൊട്ടു മുന്നിലെ സീറ്റിലേക്ക് പോകുന്നത് നന്ദു ശ്രദ്ധിച്ചു.
മണിക്കൂറുകൾ നീണ്ട ആകാശയാത്രയ്ക്കൊടുവിൽ ഫ്ലൈറ്റ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നടപടിക്രമങ്ങളൊക്കെയും കഴിഞ്ഞു നന്ദു പുറത്തിറങ്ങി. എയർപോർട്ടിന് വെളിയിലെ ഷോപ്പിൽ നിന്നും വെള്ളം വാങ്ങിക്കാൻ നേരാണ് ഫ്ലൈറ്റിൽ വെച്ച് കണ്ട കാൽവിൻ ക്ലീനെ വീണ്ടും കാണുന്നത്. ആൾ അവളെ മറികടന്നു പോയി. ആൾ വെള്ളം വാങ്ങിച്ചു പേഴ്സ് പോക്കറ്റിലിട്ടതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് താഴെ വീണത് അവന് കണ്ടില്ലായിരുന്നു. നന്ദു അത് കയ്യിലെടുത്തു. അപ്പോഴേക്കും ആൾ ഒരു കാറിൽ കയറിപ്പോയിരുന്നു. അവൾ ആ പേഴ്സ് തുറന്നു നോക്കി. അതിൽ കുറച്ച് UAE കറൻസിയും ആളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ ആളുടെ വിസിറ്റിംഗ് കാർഡും ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എന്തൊക്കെയോ കുറേ പേപ്പേഴ്സും. അവൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പേര് വായിച്ചു നോക്കി. ക്രിഷ് മേനോൻ. അവളുടെ അതരങ്ങൾ ആ പേര് പതിയെ ഉച്ചരിച്ചു.